സ്വാമി, അങ്ങനെ അടുത്തൊരു മകരവിളക്ക് കൂടി നമ്മൾ കൂടാൻ പോവുകയാണ്. ഇത്തവണ നമ്മളെ കൂടെ പുതിയൊരു സ്വാമി കൂടി ഉണ്ട്. പുതിയതല്ല, ഏതാണ് കുറെ കാലം മുമ്പ് വന്നതാണ്. 2020. പക്ഷേ ഈ രാത്രിയിലത്തെ ഒരു വൈബ് എന്ന് വെച്ചാല് ഭക്തി സാന്ദ്രമാണ്. ദർശനം നടത്തി ഇവിടെ മകരവിളക്കിന് വേണ്ടി കാത്തിരിക്കുന്ന അയ്യപ്പന്മാരാണ്, മാളികപ്പുറങ്ങളാണ്. അവരുടെ പർണശാല കെട്ടി തികച്ചും ഈ അന്തരീക്ഷത്തോട് ഇഴ ചേർന്നുകൊണ്ട് അയ്യപ്പനെ മാത്രം സ്തുതിച്ചുകൊണ്ട് കഴിയുന്ന രാത്രികളാണ്. എനിക്ക് ഭജന കേട്ടേ പറ്റൂ. അതെ, വാ. ആള് കെട്ടി തൊഴുതു, അഴുതാ നദി കയറി, അഴുതാ നദി കുളിച്ചു, ഉദയന്റെ കോട്ടയം കഴിഞ്ഞ് നേരെ വന്ന് കല്ലാന്തോട്ടി വന്നു. കല്ലാന്തോട്ടി നേരെ കരിവലമോളിലേക്ക് കയറുന്ന, അതിനുശേഷം വലിയാനോട്ടോ ചെറിയാനോട്ടോ കിടന്ന് പമ്പാ നദിയിലേക്ക്. അതിനിടയ്ക്ക് ഈ വരികളിലൊക്കെ എല്ലാ കാര്യമുണ്ട്. ആ ഒരു കാനനയാത്ര ഈ വരികളിലൂടെ നമ്മൾ അനുഭവിക്കുകയായിരുന്നു. ഞങ്ങൾ പരമാവധി എല്ലാ ആൾക്കാരും വൃത്തി ഒന്നിന് തന്നെ മാലയിടും. അന്ന് തൊട്ട് തന്നെ ഞങ്ങൾ ഭജനമഠം എടുക്കാറുണ്ട് സാധാരണ. മാളികപ്പുറങ്ങളും ചുവാ. അയ്യപ്പനെ കണ്ടോ? എന്താ പറഞ്ഞ അയ്യപ്പനോട്? എന്നും പറ്റില്ലയോ? ആരെ കാണാനാ കുഞ്ഞു വന്നേ? അയ്യപ്പസ്വാമിനെ. എന്തായിരുന്നു പ്രാർത്ഥന? നന്നായി പഠിക്കണം, പഠിക്കാൻ പറ്റണം, പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടണം. രണ്ടുപേരും കൂടെ ശരണം വിളിച്ചേ, ഉറച്ചു വിളിച്ചു. ശരണയ്യപ്പു, 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 ശരണയ്യപ്പ, 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 ആനന്ദചിത്തനയ്യപ്പ സ്വാമിയേ. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ആ മാളികപ്പുറം വിളിച്ച എന്താ പറയാ ശരണത്തിന്റെ ആ കോരത്തിന് ഇതുവരെ സത്യം പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഹരിസ്വാമി ഔഷധ വെള്ളം കുടിക്കുന്നു. മല കയറി വന്നപ്പോ എല്ലായിടത്തും കണ്ടതാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്ന ഈ ഔഷധ വെള്ളം. ഇപ്പം നടക്കട്ടെ, ഗംഭീരമായിട്ട് നടക്കട്ടെ. നിങ്ങൾക്ക് തിരക്ക് കൂടും. ഒരു ഭജന ടീമുണ്ട്. ഈ രാത്രി ഇങ്ങനെ ഭജന പാടിയല്ലാതെ എങ്ങനെ കഴിച്ചു കൂട്ടാ? സ്വാമി എവിടുന്നാ പറഞ്ഞേ? കന്യാകുമാരി ജില്ലയിലെ തക്കല. എൻ്റെ അച്ഛൻ ചെറുതിൽ 10 വയസ്സിൽ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. 10 വയസ്സിൽ പ്രായത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. മകര ജ്യോതിക്ക് തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് തീരാത്ത ഒരു അസുഖം തീർന്നു. വന്നിട്ട് എങ്ങനെയുണ്ട് ശബരിമല? സന്തോഷം. വന്നവിടെ വിളുന്ന് എന്നെ കരകയറ്റി കൂട്ടിയിട്ട് ഇങ്ങനെ കാല് പുട്ടൊടിച്ച് വിളുന്ന് കാലൊക്കെ അറ്റ് ഇതൊന്നും ഞാൻ നടന്നു വന്നിട്ടു. അയ്യപ്പനെ കൊണ്ട് കര ചേർത്ത് അയ്യപ്പനെ കണ്ട് നല്ലപടിയാ കണ്ട് 18-ാം പടി വന്ന് സ്വാമിയെ നല്ല പറയാം. അച്ഛൻ്റെ തോളിലേറി ഞാൻ മിന്നായം പോലെയാണ് ഇപ്പം ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു 5-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. മരങ്ങളുടെ വേദികളിലൊക്കെ ചവിട്ടി പലതവണ കാല് മുറിഞ്ഞ് അതൊരു അച്ഛനെ എടുത്ത് നമ്മൾ കരയും. എന്നെ എടുത്തോണ്ട് വരേണ്ടി വന്നില്ല, കാരണം ഞാൻ വരുന്നത് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി പറഞ്ഞത്. ഞാനും അനിയത്തി ഉണ്ടായിരുന്നു, അനിയത്തി അച്ഛൻ എടുത്തോണ്ട് വന്നു. ഈ ശബരിമല സന്നിധാനത്ത് ഈ വലിയ ജനസഞ്ചയമുണ്ടല്ലോ, ഈ അയ്യപ്പന്മാരുടെ ഒരു കൂട്ടം. ഒരു പക്ഷെ കുറച്ച് മാറി നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ. അതൊരു പ്രണവ ശബ്ദം ആയിട്ടാണ് നമുക്ക് ചെവിയിൽ വരുന്നത്. നോക്കി ഇവിടെ നമുക്ക് ചുറ്റും നിൽക്കുന്ന കണ്ടില്ലേ, എല്ലാവർക്കും ഒരേ വേഷമാണ്. വേറെ എല്ലാവരും കണ്ടാൽ പല മുഖങ്ങളാണെന്ന് തോന്നുകയല്ല, എല്ലാവരും അയ്യപ്പന്മാരാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് ഏത് സ്വാമിയാണ്, ഏത് നാട്ടിൽ നിന്ന് വന്നു, ഏത് നാട്ടുകാരാണ്, ഏത് ഭാഷയാണ്, അങ്ങനൊന്നുമില്ല. സ്വാമിയെ വിളിച്ച അയ്യപ്പ തിരിച്ചു വിളിക്കും. ഇവിടെ വരുന്ന ഓരോ സ്വാമിമാരും അനുഭവിക്കുന്ന അനിർവചനീയമായ ആ ഒരു വികാരമുണ്ടല്ലോ, ഭക്തിയിൽ ഉള്ള വികാരം. അത് ഒരംശം പോലും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. സന്തോഷപൂർണ്ണമായിട്ടുള്ള അയ്യപ്പൻ അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടിയാണ്. സ്വാമി ശരണം. ശബരിമല